ഗൂഗിളിൽ ഒരു ദിവസം 8.5 ബില്യൺ സെർച്ചാണ് വരുന്നത്. ഒരു സെക്കൻഡിൽ 1,00,000-നടുത്ത് സെർച്ച് വരുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഹയസ്റ്റ് അഡോപ്ഷൻ റേറ്റ് വരുന്നത് ഇന്ത്യക്കാണ്, 92.9%. ഭൂമിയിലെ ഓരോ വ്യക്തിയും ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഗൂഗിളിൽ എന്തെങ്കിലുമൊക്കെ തിരയുന്നു. ഇതൊരു ചെറിയ നേട്ടമല്ല, എന്നാൽ ഇതിലും അത്ഭുതകരമായ കാര്യം ഇത് 100% ഫ്രീയുമാണ്. ഗൂഗിൾ സെർച്ച് മാത്രമല്ല, ഗൂഗിളിൻ്റെ മിക്കവാറും എല്ലാ പ്രോഡക്ട്സും പൂർണ്ണമായും ഫ്രീ ആണ്. യൂട്യൂബിൽ വീഡിയോ കാണുന്നത് ഫ്രീ ആണ്, ഗൂഗിൾ മാപ്സ് ഫ്രീ ആണ്, ജിമെയിൽ ഉപയോഗിക്കുന്നത് ഫ്രീ ആണ്. നമ്മൾ ഓരോരുത്തരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി എത്ര ജിമെയിൽ അക്കൗണ്ടുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഫ്രീ ആയി നൽകിയിട്ടും 2024 നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം $2.2 ട്രില്യൺ ആണ് ഗൂഗിളിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ലോകത്തിലെ 4th മോസ്റ്റ് വാല്യബിൾ കമ്പനിയായി മാറിക്കഴിഞ്ഞു. ഇതെങ്ങനെ സാധിക്കും? എങ്ങനെയാണ് ഗൂഗിളിന് ഇത്രയധികം സർവീസ് ഫ്രീ ആയിട്ട് നൽകാൻ കഴിയുന്നത്? ഇതിനൊന്നും $1 പോലും ഗൂഗിൾ വാങ്ങുന്നത് ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ല. എന്നിട്ടും ഗൂഗിളിന് ഇത്രയും വലിയ കമ്പനിയായി മാറാൻ കഴിഞ്ഞത് എങ്ങനെ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഴിക്കോടേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനെറ്റിലെ ദ മോസ്റ്റ് ഫേമസ് കമ്പനിയായ ഗൂഗിളിന്റെ ബിസിനസ് മോഡൽ എങ്ങനെയാണെന്നാണ്. 1998 ഒരു കോളേജ് പ്രൊജക്ട് എന്ന നിലയിലാണ് ഗൂഗിൾ സെർച്ച് ആദ്യമായി ആരംഭിക്കുന്നത്. ലോകത്തിലെ എല്ലാ വിവരങ്ങളും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി ലാരി പേജും സെർഗി ബ്രിന്നുമാണ് ഗൂഗിൾ ക്രിയേറ്റ് ചെയ്തത്. ആദ്യകാലങ്ങളിൽ ഗൂഗിൾ ഒരു സിമ്പിൾ സെർച്ച് എഞ്ചിൻ ആയിരുന്നു. നിങ്ങൾ ഈ കാണുന്ന രീതിയിലൊക്കെ ആയിരുന്നു ഗൂഗിളിന്റെ ഒരു ഹോം പേജ് ഉണ്ടായിരുന്നത്. ഇന്റർനെറ്റിൽ കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ ഒരു സിമ്പിൾ വെബ്സൈറ്റ്. ഗൂഗിൾ എന്ന വാക്കിന് യഥാർത്ഥത്തിൽ അർത്ഥമൊന്നുമില്ല, എന്നാൽ ഇത് ഗൂഗിൾ എന്ന വാക്കിൽ നിന്നും ഇൻസ്പയർഡ് ആയതാണ്. ഒന്നിനു ശേഷം 100 പൂജ്യങ്ങൾ. ഇന്റർനെറ്റിൽ ഒരുപാട് ഇൻഫർമേഷൻ സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സെർച്ച് എഞ്ചിൻ ആണെന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പേര് തിരഞ്ഞെടുത്തത്. പണ്ടൊക്കെ നിങ്ങൾ ഗൂഗിൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്നോ, ഓരോ സെർച്ചിനും ഒരുപാട് പേജസ് റിസൾട്ട് ആയിട്ട് നമുക്ക് ഗൂഗിൾ റിസൾട്ട് തരുമായിരുന്നു. ഒരു ഡെവലപ്പർ ആയതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം റിലേറ്റഡ് ആണ് ഈ ഒരു ഫീച്ചർ. 2000 ഒക്ടോബർ 23 ഗൂഗിൾ ആദ്യമായി ആഡ്വേർഡ്സ് ആരംഭിച്ചത്. ഇന്നത് ഗൂഗിൾ ആഡ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗൂഗിൾ സെർച്ച് റിസൾട്ട്സ് പേജുകളിൽ അവരുടെ പരസ്യങ്ങൾ ഷോ ചെയ്യുന്നതിന് അവർക്ക് പണം നൽകാം. ഇത് ഗൂഗിളിന്റെ ഏറ്റവും വലിയ ബിസിനസ് മോഡലായി മാറി. കാലക്രമേണ ഗൂഗിൾ ഒരുപാട് പ്രൊഡക്ട്സും സർവീസസും ഓഫർ ചെയ്യാൻ തുടങ്ങി. 2004 ജിമെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2005 ഗൂഗിൾ മാപ്സ് ലോഞ്ച് ചെയ്തു. 2006 നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പ്ലാറ്റ്ഫോമായ യൂട്യൂബിനെ ഗൂഗിൾ സ്വന്തമാക്കി. തുടക്കത്തിൽ യൂട്യൂബ് ഒരു സെപ്പറേറ്റഡ് കമ്പനി ആയിരുന്നെന്നും 2006 ഗൂഗിൾ ഏറ്റെടുത്തതാണെന്നും പലർക്കും ഇന്നും അറിയില്ല. പിന്നീട് 2008 ഗൂഗിൾ ആൻഡ്രോയിഡ് അവതരിപ്പിച്ചു. ഇന്ന് മിക്ക ആളുകളുടെയും കയ്യിലുള്ള മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതാണ്. അതേ വർഷം തന്നെ ഗൂഗിൾ സ്വന്തം വെബ് ബ്രൗസറായ ഗൂഗിൾ ക്രോം പുറത്തിറക്കി. അത് ഇന്ന് ലോകത്തിലെ തന്നെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള വെബ് ബ്രൗസർ ആണ്. പിന്നീട് പിക്സൽ സ്മാർട്ട് ഫോൺസ്, ക്രോം ബുക്ക് ലാപ്ടോപ്സ്, സ്മാർട്ട് ഹോം ഡിവൈസസ് എന്നിങ്ങനെ ഒരുപാട് ഹാർഡ്വെയർ പ്രൊഡക്ട്സിലേക്ക് ഗൂഗിൾ എക്സ്പാൻഡ് ചെയ്തു തുടങ്ങി. ഇന്ന് ഗൂഗിളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വളരെയധികം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. എന്നാൽ ഗൂഗിൾ പുറത്തിറക്കിയതെല്ലാം ഒന്നും വിജയിച്ചില്ല. ഗൂഗിളിന്റെ സക്സസ് സ്റ്റോറീസ് എല്ലാം ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തു. എന്നാൽ ഗൂഗിളിന് ഒരുപാട് പരാജയ കഥകൾ കൂടെ പറയാനുണ്ട്. ഫേസ്ബുക്കും ട്വിറ്ററും അതിന്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ രംഗത്തേക്ക് കടക്കാനുള്ള ഗൂഗിളിന്റെ ശ്രമമായിരുന്നു ഗൂഗിൾ പ്ലസ്. അതുപോലെ തന്നെ ട്വിറ്ററിന്റെ തന്നെ മറ്റൊരു ക്ലോണായി ഗൂഗിൾ നിർമ്മിച്ചതായിരുന്നു ഗൂഗിൾ ബസ്. ജിമെയിലുമായി ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസേഴ്സിന് അവരുടെ ഇൻബോക്സിൽ തന്നെ കണ്ടന്റ്സ് കാണാം എന്നതായിരുന്നു ഇതിന്റെ ഒരു പ്രത്യേകത. യൂട്യൂബിന് തന്നെ സിമിലർ ആയി വീഡിയോ ഹോസ്റ്റ് ചെയ്യാൻ ഗൂഗിൾ നിർമ്മിച്ച ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഗൂഗിൾ വീഡിയോ. ഇങ്ങനെ ഒരുപാട് പരാജയങ്ങൾ ഗൂഗിളിന് സംഭവിച്ചിട്ടുണ്ട്. ഗൂഗിൾ പോഡ്കാസ്റ്റുകൾ, ഗൂഗിൾ ഗ്ലാസ്, ഗൂഗിൾ വേവ്, ഗൂഗിൾ റീഡർ ഇതെല്ലാം അതിന്റെ ഉദാഹരണങ്ങളാണ്. എല്ലാം ഒടുവിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. 51 ആപ്സ്, 195 സർവീസസ്, 21 പീസസ് ഓഫ് ഹാർഡ്വെയർ, ഇങ്ങനെ ടോട്ടൽ 267 ഫെയിൽഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഗൂഗിൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പരാജയമാണ് വിജയത്തിന്റെ ചവിട്ടുപടി. നിങ്ങൾക്ക് വിജയം നേടണമെങ്കിൽ പരാജയപ്പെടാൻ നിങ്ങൾ തയ്യാറാവണം. ഇനി നമുക്ക് ഗൂഗിളിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റവന്യൂ സോഴ്സിനെ കുറിച്ച് സംസാരിക്കാം. 2022 ഗൂഗിളിന്റെ മൊത്തം വരുമാനം $280 ബില്യൺ ആയിരുന്നു. ഇതിന്റെ വലിയൊരു ഭാഗവും ഗൂഗിൾ ആഡ്സിൽ നിന്നാണ്. ഗൂഗിൾ അതിന്റെ സെർച്ച് എഞ്ചിനിൽ കാണിച്ച പരസ്യങ്ങളിൽ നിന്ന് ഏകദേശം $162 ബില്യൺ
ഗൂഗിളിന്റെ 58% റവന്യൂ ഇതിൽ നിന്നാണ്. പാർട്ട്ണർ വെബ്സൈറ്റുകളിൽ നിന്ന് ഏകദേശം $32.78 ബില്യൺ സമ്പാദിച്ച ഗൂഗിൾ നെറ്റ്വർക്ക് പരസ്യങ്ങളാണ് അടുത്ത ഏറ്റവും വലിയ റവന്യൂ സോഴ്സ്. വീഡിയോകളിലെ പരസ്യങ്ങളിലൂടെ റവന്യൂ ഉണ്ടാക്കുന്ന യൂട്യൂബ് ആഡ്സ് $29 ബില്യൺ ആണ് നേടിയത്. ഈ ആഡ് റവന്യൂ യൂട്യൂബ് ക്രിയേറ്റേഴ്സിന്റെ ഒരു വരുമാനം കൂടിയാണ്. ഈ പരസ്യങ്ങൾ കാണിക്കുന്നതിന് അഡ്വർടൈസേഴ്സ് ഗൂഗിളിന് പണം നൽകുന്നു. ഇതിൽ നിന്നും 45% ഗൂഗിൾ എടുക്കും, ബാക്കിയുള്ള 55% എന്നെ പോലുള്ള ക്രിയേറ്റേഴ്സിന് നൽകും. ഗൂഗിളിന്റെ മറ്റൊരു റവന്യൂ സോഴ്സ് ആണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ. ഇവിടെ 30% ഗൂഗിളിലേക്ക് പോകും, 70% ആപ്പ് ക്രിയേറ്റേഴ്സിനും നൽകും. ഈ വരുമാനവും ഗൂഗിളിന്റെ ഹാർഡ്വെയർ സെയിൽസ് കൂടെ കൂട്ടിയാൽ ഏകദേശം $29 ബില്യൺ വരും. അവസാനമായി $26 ബില്യൺ ആണ് ഗൂഗിൾ ക്ലൗഡിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്നത്. $40 ബില്യൺ ആണ് റിസർച്ചിനും ഡെവലപ്മെന്റിനും വേണ്ടി ഗൂഗിൾ റവന്യൂവിൽ നിന്നും മാറ്റിവെക്കുന്നത്. മാർക്കറ്റിംഗ്, അഡ്വർടൈസിംഗ്, സാലറീസ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി $44 ബില്യൺ ആണ് ഗൂഗിൾ ചെലവഴിക്കുന്നത്. ഗൂഗിളിന്റെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് $207 ബില്യൺ ആണ്. 2022 $60 ബില്യൺ ആണ് നികുതിക്ക് ശേഷമുള്ള ഗൂഗിളിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതിലൊരു രസകരമായ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഗൂഗിൾ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്, എന്നിട്ടും അതിൽ നിന്നും പ്രോഫിറ്റ് നേടുന്നു എന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീ എന്ന് പറയുന്നതൊന്നും യഥാർത്ഥത്തിൽ കംപ്ലീറ്റ്ലി ഫ്രീ അല്ല. ഗൂഗിളിന്റെ ഒരു ഫ്രീമിയം മോഡൽ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സേവനങ്ങൾ ഫ്രീ ആണ്, എന്നാൽ പ്രീമിയം ഫീച്ചറുകളെല്ലാം പെയ്ഡ് ആണ്. അതുമാത്രമല്ല, ഗൂഗിളിൽ നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നു എന്നെല്ലാമുള്ള ഡാറ്റാസ് കളക്ട് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് അഡ്വർടൈസേഴ്സിന് നൽകുന്നതിന് യൂസേഴ്സിന്റെ ഡാറ്റ ഗൂഗിൾ ഉപയോഗിക്കുന്നു. ഈ ഡാറ്റാസ് അഡ്വർടൈസേഴ്സിന് വിലമതിക്കാനാവാത്ത ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇതെല്ലാം യൂസേഴ്സിന്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഗൂഗിൾ ചെയ്യുന്നത്. ഗൂഗിളിന്റെ ബിസിനസ് മോഡൽ സർവീസസ് ഫ്രീ ആയി നൽകുകയും റെസ്പോൺസിബിലിറ്റിയോടുകൂടെ ഡാറ്റ കളക്ട് ചെയ്യുകയും ടാർഗറ്റ് ചെയ്ത് ആഡ്സ് ചെയ്യാൻ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള വരുമാനം തന്നെയാണ് അതിൽ നിന്നും ഗൂഗിൾ ഉണ്ടാക്കുന്നത്. തുടർച്ചയായി പുതിയ പ്രൊഡക്ട്സിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. പുതിയ പുതിയ ഐഡിയാസ് പരീക്ഷിക്കുന്നതിലൂടെ ടെക് വേൾഡിൽ ഗൂഗിൾ മുന്നിൽ തന്നെ നിൽക്കുന്നു. വേൾഡ് വൈഡിൽ തന്നെ വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് ഗൂഗിൾ നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്.